നമസ്കാരം. മലയാള സിനിമയുടെ സുവർണകാലമെന്നാണ് 2024 വർഷം അറിയപ്പെടുന്നത്. ആദ്യ 6 മാസത്തിനുള്ളിൽ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ 1000 കോടിക്ക് മുകളിൽ എത്തുകയും ചെയ്തു. ഒരു ചിത്രം 200 കോടി പിന്നിട്ടു, 3 ചിത്രങ്ങൾ 100 കോടിക്ക് മുകളിൽ നേടി, 4 ചിത്രങ്ങൾ 50 കോടിക്ക് മുകളിലും. 2023 ആകെ 500 കോടി രൂപയായിരുന്നു മലയാള സിനിമയുടെ കളക്ഷൻ. ഇപ്പോൾ കഴിഞ്ഞ 6 മാസത്തിനിടെ ഇന്ത്യൻ സിനിമാ രംഗത്ത് ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് സ്ട്രൈക്ക് റേറ്റുള്ള ഇൻഡസ്ട്രിയായി മലയാള സിനിമ മാറിയിരിക്കുകയാണ്. ഓർമാക്സ് മീഡിയയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 6 മാസങ്ങളിൽ ഇന്ത്യയിൽ 4000-ഓളം കോടി രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നത്. അതിൽ 4-1, അതായത് 25% മലയാള സിനിമയുടേതാണ്. ചരിത്രത്തിൽ ആദ്യമാണ് ഇതുപോലെ ഒരു വിജയം. പക്ഷേ ഈ വിജയത്തിളക്കങ്ങൾക്കിടയിലും മലയാള സിനിമ പ്രതിസന്ധിയിലേക്ക് പോവുകയാണെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ വിജയം മുതലെടുത്ത് താരങ്ങളും ടെക്നീഷ്യൻസും കുത്തനെ പ്രതിഫലം കൂട്ടിയതാണ്. ഇപ്പോൾ ഒരു മലയാള സിനിമ പിടിക്കാൻ ചുരുങ്ങിയത് 15 കോടിയെങ്കിലും വേണ്ട അവസ്ഥയാണ്. OTT മലയാള ഇൻഡസ്ട്രി ഏതാണ്ട് കൈയൊഴിഞ്ഞ സമയമായതുകൊണ്ട് ഇത്രയും തുക തിയേറ്റർ കളക്ഷനായി നേടിയെടുത്ത് വിജയിപ്പിക്കുന്ന അസാധ്യമായ കാര്യമാണെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം എന്നാവശ്യപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് കത്ത് നൽകി. പ്രതിഫലം താങ്ങാനാകാതെ ചില മുൻനിര നായകരുടെ ചിത്രങ്ങൾ നിർമ്മാതാക്കൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. 4 കോടിക്ക് മുകളിലാണ് എല്ലാ മുൻനിര നായകരുടെയും പ്രതിഫലം. മലയാളത്തിലെ ഒരു പ്രധാന യുവതാരം പുതിയ ചിത്രത്തിന് ആവശ്യപ്പെട്ടത് 5 കോടി രൂപയാണ്. ഈ സിനിമ പൂർത്തിയാകുമ്പോൾ ആകെ ചെലവ് 15 കോടിയിലധികമാകും. OTT പ്ലാറ്റ്ഫോമുകൾ വലിയ തുകയ്ക്ക് സിനിമ വാങ്ങുന്നത് അവസാനിപ്പിച്ചതോടെ ഈ മുടക്ക് മുതൽ തിയേറ്ററിൽ നിന്ന് മാത്രം തിരികെ പിടിക്കുക അസാധ്യമാണ്. മറ്റ് ചില സൂപ്പർ താര സിനിമകളും പ്രതിഫല തർക്കത്തിൽ പ്രതിസന്ധിയിലാണ്. ഹിറ്റ് സിനിമകളിലെ നായകനായ കൗമാരതാരം പോലും ആവശ്യപ്പെടുന്നത് 1.5 കോടി രൂപയാണ്. ഛായാഗ്രാഹകരിൽ ചിലർ ദിവസവേതനമാക്കി കഴിഞ്ഞു. പ്രശസ്ത യുവ ഛായാഗ്രാഹകൻ ഒരു ദിവസത്തിന് ആവശ്യപ്പെടുന്നത് 1 ലക്ഷം രൂപയാണ്. സഹായികളുടെ പ്രതിഫലം കൂടാതെയാണ് ഇത്. പ്രധാന സംഗീത സംവിധായകർ പ്രതിഫലത്തിന് പകരം സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് ആണ് വാങ്ങുന്നത്. ഇവർ ഇത് വൻതുകയ്ക്ക് മ്യൂസിക് കമ്പനികൾക്ക് വിൽക്കും. മുൻപ് മ്യൂസിക് റൈറ്റ്സ് വിറ്റിരുന്നത് നിർമ്മാതാവായിരുന്നു. ഫലത്തിൽ തിയേറ്റർ വരുമാനത്തിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കേണ്ട അവസ്ഥയിലാണ് സിനിമാ നിർമ്മാതാക്കൾ ഇപ്പോൾ. വൻതുക മുടക്കിയാലും തിരികെ കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മയ്ക്ക് കത്ത് നൽകിയത്. പുതിയ ഭാരവാഹികളുടെ ആദ്യ യോഗത്തിൽ ഇത് ചർച്ചയാകുമെന്നാണ് കരുതുന്നത്. സാങ്കേതിക വിദഗ്ധരുടെ പ്രതിഫലത്തെക്കുറിച്ച് ഫെഫ്കയെ അറിയിക്കാനും നിർമ്മാതാക്കളുടെ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. കനത്ത പ്രതിഫലം വാങ്ങുന്ന താരങ്ങളുടെ സഹായികൾക്കും വൻതുക ചെലവിടേണ്ട സ്ഥിതി വന്നതോടെ പുതിയ സിനിമകൾ ചിത്രീകരിക്കേണ്ട എന്നാണ് തമിഴ്നാട്ടിലെ നിർമ്മാതാക്കളുടെ സംഘടനയായ ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിൻ്റെ തീരുമാനം. വിട്ടുവീഴ്ചയുണ്ടായില്ലെങ്കിൽ കേരളത്തിലും ഇതേ മാതൃക സ്വീകരിക്കേണ്ടി വരുമെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. മാത്രമല്ല, സിനിമകളുടെ എണ്ണവും വിജയ ശതമാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇപ്പോഴും കാര്യങ്ങൾ പഴയപടിയാണ്. 2024 ജനുവരി മുതൽ ജൂൺ വരെ ആകെ 117 സിനിമകൾ ഇറങ്ങിയപ്പോൾ ഇതിൽ 20 എണ്ണത്തിന് മാത്രമാണ് മുടക്കുമുതൽ തിരിച്ചു പിടിക്കാനായത്. ബാക്കിയുള്ള 100ഓളം ചിത്രങ്ങളിൽ പകുതിയും തിയേറ്ററിൽ ഒരാഴ്ച തികച്ചില്ല. അതായത് ഇപ്പോഴും മലയാള സിനിമയിൽ ഭൂരിഭാഗം നിർമ്മാതാക്കളും വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. 2024 മഹാവിജയം കൊണ്ട് ഏതാനും പ്രൊഡ്യൂസേഴ്സിന് മാത്രമാണ് ലാഭമുണ്ടായത്. ഇൻഡസ്ട്രിക്ക് മൊത്തത്തിൽ മിനിമം ഗ്യാരണ്ടി ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2024 രണ്ടാം പാദത്തിൽ തമിഴിലും തെലുങ്കിലും വലിയ ചിത്രങ്ങളാണ് എത്തുന്നത് എന്നതിനാൽ ആദ്യത്തെ 6 മാസം മലയാളം നിലനിർത്തിയ ആധിപത്യം തുടരാൻ സാധിക്കുമോ എന്ന് വ്യക്തമല്ല എന്നും നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു.